നമസ്കാരം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാസികളിലൊരാൾ. ജീവിതം തന്നെയാണ് തൻ്റെ മാർഗമെന്നും ജീവിതം ഒരു പാഠപുസ്തകമായി നമ്മളെ കാണിച്ചു തന്ന സാമൂഹിക, സാംസ്കാരിക, വ്യാവസായിക രംഗത്തെ ഒരു തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അധ്വാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥകൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ജീവിത പന്ഥാവിൽ കൂടി ഒരു യാത്ര നമ്മൾ അറിയണ്ടേ. നമുക്ക് അതിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാം പുതിയ പുതിയ പന്ഥാവുകൾ വെട്ടിത്തെളിക്കുവാൻ തയ്യാറാവട്ടെ. Welcome to Global Indian News USA and Happiness Magic by Hari. Thank you, Mr. Hari. ഗൾഫാർ മുഹമ്മദ് അലി. വിശേഷണങ്ങൾ ആവശ്യമില്ല, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുമില്ല. ഞാൻ കാര്യത്തിലേക്ക് കിടക്കട്ടെ. ജീവിതം ഒരു പാഠപുസ്തകമാക്കി തന്നെയാണ് താങ്കൾ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അനുഭവങ്ങളാണല്ലോ നമ്മളെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു വലിയ തിരിച്ചറിവ് എന്താണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ തുടക്കം മുതൽ പറയേണ്ടി വരും. ഞാൻ 1967 മിസോറാമിൽ വെച്ച് എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. ബോർഡർ റോഡ്സ്. അങ്ങനെയാണ് 67 മുതൽ 70 വരെ. അന്ന് മിസോറാമിൽ അവിടുത്തെ ഗൊറില്ലയുടെ സംഘർഷങ്ങളൊക്കെ ഉള്ള സമയത്ത്, റബൽ മൂർധന്യാവസ്ഥയിലുള്ള സമയത്താണ് ഞങ്ങളവിടെ പണി തുടങ്ങുന്നത്. അപ്പോൾ അന്നത്തെ അവിടുത്തെ ആ 3 വർഷത്തെ ജീവിതം വളരെയധികം പാഠങ്ങൾ, തിക്താനുഭവങ്ങൾ, സാഹസികതകൾ എല്ലാം നിറഞ്ഞ ആ 3 വർഷത്തിൽ നിന്ന് വളരെ പഠിച്ച് അത് പിൽക്കാലത്തേക്കുള്ള എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലും ഞാൻ അതിൽ പകർത്തിയിട്ടുണ്ട്. അതൊരു വലിയ തിരിച്ചറിവായിരുന്നില്ല. അതിൽ നിന്ന് തുടങ്ങി 1970 ദുബായിലെത്തിയിട്ട് ദുബായിൽ അന്ന് ഈ ഓയിൽ ബൂമൊന്നും തുടങ്ങാത്ത സമയമാണ്. അപ്പോൾ അവിടെ നിന്ന് ആദ്യം ഒരു ബാങ്കിൽ ജോലി ചെയ്തു ഒരു 3 മാസം. പിന്നീട് ഞാനൊരു 15 മാസം അവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ജോലി ചെയ്തു. അതിന് ശേഷമാണ് 1972 ദുബായിൽ വെച്ച് പരിചയപ്പെട്ട മസ്കത്തിൽ ഒരു മസ്കത്തുകാരനായ ഷെയ്ഖ് സാലിം അൽ റീമിയെ കാണുന്നതും അദ്ദേഹത്തോട് ഒരുമിച്ച് ഞങ്ങൾ മസ്കത്തിൽ ഒമാനിൽ ബിസിനസ് തുടങ്ങുന്നതും. അപ്പം അന്ന് ബിസിനസ് തുടങ്ങി കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പാർട്ട്ണർക്ക് അവിടെ നിന്ന് പിരിയേണ്ടി വന്നു. അദ്ദേഹം ചില മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ തുടങ്ങി വെച്ച കമ്പനിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 വർഷം ജോലിക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടെ ആകെ ഒമാനിലാണെങ്കിൽ 8 കിലോമീറ്റർ റോഡ്, അതും പിന്നെ ഇപ്പോൾ കാണുന്ന സിറ്റിയിലാണ് ഒരു ചെറിയൊരു റൺവേ. ആഴ്ചയിൽ 2 വിമാനം ദുബൈയിൽ നിന്ന് വരുന്നതല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ റോഡുകളില്ല. റോഡുകളുടെ നിർമ്മാണത്തിൽ താങ്കളുടെ പങ്ക് വലുതാണെന്നാണ് ഞാൻ. അതെ അത് ഞാൻ ചെന്നപ്പോഴത്തെ കാര്യമാണ്. ദർ ഈസ് റണ്ണിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി ഈ മസ്കത്തിലും അത്ര ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. 2 ഹോസ്പിറ്റൽ, 2 സ്കൂൾ, ഇതായിരുന്നു അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ. ആ അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നീട് ഇതവിടുത്തെ 1970 അവിടുത്തെ രാജാവ്, അവിടുത്തെ പുതിയ രാജാവ് സുൽത്താൻ കാബൂസ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്ലാൻ, ഒരു വാട്ട് ദിസ് കൺട്രി ഷുഡ് ബി എന്നുള്ളൊരു ഫോക്കസ്, വിഷൻ നിന്നും പിന്നീട് ഒരു 1973 ശേഷം ഉണ്ടായിരുന്ന ഓയിൽ ബൂമും ഓയിൽ റവന്യൂവും അതെല്ലാം വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം നല്ല രീതിയിൽ അത് തീരുമാനിക്കുകയും അതിനുവേണ്ടി മാത്രം ചെലവഴിച്ച് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം അതിൽ വലിയൊരു പങ്ക് ഞങ്ങൾക്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗൾഫാർ
ഒമാനിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ ഈ ഗൾഫാറിലേക്ക് എങ്ങനെ എത്തുന്നത്? ഈ കൺസ്ട്രക്ഷനാണ് പൊതുവെ തന്നെ ഒരു ഓൺട്രപ്രണർഷിപ്പ് മനസ്സിലുണ്ടായിരുന്നു. ഈവൻ ഈ കാർഗോ വാനുകളിലൊക്കെ കിടന്ന് 20 മണിക്കൂറിൽ കൂടുതൽ സമയം പണി ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കൺസ്ട്രക്ഷനാണ് എൻ്റെ ഏരിയ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല കൺസ്ട്രക്ഷനാണെന്ന് തോന്നിയ നിമിഷം എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ? അത് ഞാൻ പറഞ്ഞില്ലേ, 1967 to 70 ഐ വാസ് ഇൻ ബോർഡർ റോഡ്സ്. അപ്പോൾ ബോർഡർ റോഡ്സിൽ നിന്നാണ് ഞാൻ കൺസ്ട്രക്ഷനിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള പരിചയം, അവിടെയുള്ള ചില തിക്താനുഭവവും നല്ല എക്സ്പീരിയൻസ് അതെല്ലാം കയ്യിൽ, അതൊക്കെയാണ് കയ്യിൽ മുതലായിട്ടുള്ളത്. അപ്പം അവിടെ വന്ന് അതേ സമാനമായുള്ള ഒരു അന്തരീക്ഷമാണ് അന്ന് മസ്കത്തിലുണ്ടായിരുന്നത്. അന്ന് റെബൽസ് ഒന്നും ഇല്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് വീടുകൾ താമസിക്കാൻ വീടുകളില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, റണ്ണിങ് വാട്ടർ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു ചുറ്റുപാടിനോട് നമുക്ക് ചേർന്ന് പോകാൻ നമുക്ക് സാധിച്ചു. ഞാൻ 70-ൽ ദുബൈയിൽ വന്നപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും as a person, I was always looking for a construction. That was my forte. അപ്പോൾ അവിടുത്തെ ദുബായിലെ സുഖമായി ജീവിച്ചിരുന്ന, നല്ല ശമ്പളം വാങ്ങിയിരുന്ന, നല്ല ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ഞാൻ അങ്ങോട്ട് പോയതും. ഫുള്ളി നോയിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഫ്രം എ കംഫർട്ട് സോൺ ടു എ non-comfort zone where there is nothing, no infrastructure. So when I am prepared that if you are to achieve something, you cannot conquer the sea while sitting on the shore. That's you have right. to get into the water. Yeah. Well, no pain, no gain. Yes. And first you landed to Dubai, right? Yes. And then came back to Oman. Yes. So you made this Gulfar and became, the number one construction company in the Gulf area. And then you slowly moved to Qatar? We are everywhere in all the Middle East, in the Gulf. In the Gulf. Yeah. And what was your, experience being, building a stadium of 8,000 crores in Qatar for FIFA World Cup? We are a contractor, we do everything. As a construction capability, although we started with 5 people, we continuously built our competency and capability. So in 72 we had our strength has gone up to 100 people, 73, 75. By 79 we have 1,000 people. So as the year passes, we've been building our competency and capability. Yes. And gradually, but that was a great accomplishment, right? It was the stadium was in the souvenir. Stadium is one project because it is famous because the World Cup was played there. But before that, in Oman itself, we have built many stadiums of a smaller size because His Majesty Sultan, in every district, he wanted to build a stadium. So we built a stadium of a smaller size, but it is the same thing. And we have built other complex projects, expressways in Oman. We have put refineries in Oman. We are not only in construction, we are in oil drilling, we have oil rigs, we work in Oman and Kuwait. Gradually moved to the education sector also. Education was never the business. It is not a business. We have built, we have established engineering college, medical college, pharmacy college. Then that was the first of a kind, right? Oh, yes. And then that became a university in 2018. We have a maritime college. So wherever there is a gap and which will serve the countries and serve the community, we are there. Always look for the gap. You are absolutely right. Filling up the gap is much needed for any development of any country. ഇപ്പോൾ കേരളത്തിൽ ഈ കൺവെൻഷൻ ടൂറിസം എന്നുള്ളൊരു കൺസെപ്റ്റ്
ആദ്യമായി കൊണ്ടുവന്നത് താങ്കളാണ്. ഇവിടെ ഈ ആ ഒരു കൺവെൻഷൻ ടൂറിസം മൂലം പലരും അന്ന് താങ്കളോട് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് നടക്കുമോ നടക്കില്ലേ, ഇതുകൊണ്ട് പ്രയോജനമുണ്ട്, ഈ പൈസ ഇവിടെ. പക്ഷേ അതൊരു തുടക്കമായിരുന്നില്ല ഈ കൺവെൻഷൻ ടൂറിസത്തിന്. അങ്ങനെ ഈ എറണാകുളത്തിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് അത് എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ട്? അത് എറണാകുളത്തെ നിന്നല്ല, ഞാൻ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ കുറച്ചും കൂടെ ബാക്കിലേക്ക് പോകണം. 1990-കളിൽ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആരും തയ്യാറാവാത്ത സമയം, കേരളത്തിലെ ട്രേഡ് യൂണിയനും ലേബർ യൂണിയനും മറ്റേ എല്ലാ നെഗറ്റീവ്സും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ നയനാർ സാറിനെ പോയി കണ്ടത്. നമ്മളൊരു സൗഹൃദം പുതുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം അദ്ദേഹം എന്നോടൊരു ചോദിച്ചതാണ്, നിങ്ങളൊക്കെ ഗൾഫിൽ പോയതുകൊണ്ട് നമുക്ക് കേരളത്തിന് എന്താ കാര്യം? അപ്പോൾ നമ്മൾ 10-20 സാറേ, ഞാൻ 10-20,000 അന്ന് എൻ്റെ കയ്യിൽ 20,000-ഓളം മലയാളികൾ ജോലി ചെയ്യുകയാണ്. ഇത്ര ജോലി ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ജോലിയുള്ളതല്ലേ. അപ്പം മൂപ്പര് എടുത്ത് പറഞ്ഞ എന്നോട്, പഠിച്ചവനും തൊഴിലറിയാവുന്നവനും എവിടെ പോയാലും ജോലി കിട്ടും, അവർക്ക് ആവശ്യമുണ്ട്, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാറ് എനിക്ക് വാക്ക് തരികയാണെങ്കിൽ ഇന്നൊരു ഡേറ്റ് സാറ് നിശ്ചയിച്ച 1 മാസത്തിനുള്ളിൽ ഞാനിവിടെ വലിയൊരു പ്രൊജക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞത് പ്രൊജക്റ്റ് എന്താണെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് വാങ്ങി ഈ പ്രൊജക്റ്റ്, അന്ന് ഇവിടെ വെറും ചതുപ്പ് നയലമായ ഒരു സ്ഥലത്താണ്. അന്ന് ഇവിടെ അങ്ങോട്ട് തന്നെ വന്നിട്ട് നയനാർ സാർ ആലോചിച്ച്, ഇവിടെ നീ എന്ത് ചെയ്യാനാണ് പോകുന്നത്, ഇവരെന്താണെന്നുള്ളത് ഒരു ഐഡിയ പോലും കേരളത്തിലെ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ ആളുകൾ വരണമെങ്കിൽ, നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലേ പറയുന്നത്, ഏറ്റവും മനോഹരമായ ലാൻഡ്സ്കേപ്പുള്ള ഒരു സംസ്ഥാനം അധികം ഉണ്ടാവില്ല. വേണമെങ്കിൽ ഇന്നും ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യത്തിൽ കേരളം ഈസ് ഇൻ നമ്പർ 1 ഐ ക്യാൻ സേ. അപ്പോൾ ഇവിടേക്കൊക്കെ ആൾക്കാർ വരുത്തണമെങ്കിൽ there should be some additives for it. അപ്പോൾ അതിന് വേണമെങ്കിൽ അതിനുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ വേണം. കൺവെൻഷൻ സെൻറ്റർ, മീറ്റിംഗ് പ്ലേസസ്, ഹോട്ടൽ, റൂംസ്, റെസ്റ്റോറൻറ്റ്, മറ്റ് ട്രാൻസ്പോർട്ടേഷൻ, ഈ വക ഫെസിലിറ്റീസ് ഒക്കെ വേണമല്ലോ. ആ സമയത്താണ് നമ്മളത് ആദ്യം തുടങ്ങി. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ താങ്കളുമായി ചേർന്നൊരു വലിയ വിഷൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പ്രചോദനവും അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞ ഒരു ഗ്യാരണ്ടി ഉണ്ട്, നീ അങ്ങ് തുടങ്ങിക്കോ, യു സ്റ്റാർട്ട്, ഐ വിൽ സീ ദാറ്റ് ദർ ഇസ് നോ ഇഷ്യൂ ദർ. അപ്പോൾ ഇന്ന് മിനിസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി, ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള സംസ്ഥാനം കേരളമാണ്. അത് ഏറ്റവും കൂടുതൽ. ഈ കൺവെൻഷൻ ടൂറിസത്തിൽ നിന്ന് താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മറൈൻ ടൂറിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് മാത്രം പോരാ, ഇത് വളരെ വിപുലപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് അന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണ് നമ്മുടെ മുതുകുള്ള? ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ളൊരു വിഷനാണെങ്കിൽ നമ്മളുടെ ഗ്രേറ്റർ കൊച്ചി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ബിഗർ ദാൻ സിംഗപ്പൂർ. You look back, what is the Singapore story in the 60s? They had nothing. They even didn't have drinking water. They had the geographical advantage, a good strong leader, legislation and strong committed people. അവിടെ നിന്നാണ് അവർ വേൾഡിലെ ബിഗസ്റ്റ് റിഫൈനറീസ് പണിതത്. അവിടെയാണ് അവർ വേൾഡിലെ ബിഗസ്റ്റ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി തുടങ്ങിയത്, ടൂറിസം ഇൻഡസ്ട്രി തുടങ്ങിയത്. അതിനൊക്കെ അതുകൊണ്ടാണ് ഈ 60-കളിലും 70-കളിലൊക്കെ ഈ സിംഗപ്പൂർ ഡെവലപ്പ് ചെയ്തത്. സിംഗപ്പൂർ ഈസ് നൗ ഓൺ ദ വേൾഡിലെ ടോപ്പ് സിറ്റീസ് ആണല്ലോ, ടോപ്പ് 5 വരും. അതേപോലെ ഇന്ന് സിംഗപ്പൂരിൽ വേൾഡിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ 2 സിംഗപ്പൂരിലുണ്ട്. സോ ദീസ് ആർ a strong leadership. നമുക്ക് ആവശ്യമുള്ളത് എന്തിനും ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് and a good legislation and a strong leadership. ഇതുണ്ടെങ്കിൽ everything can be, you can make it heaven.
I mean, you always spoke about human resources. I don't know, all the leaders seeing that resources, the huge, the resources are utilizing in this country. And moreover, many people is brain drain. A lot of people are just migrating abroad. And you are one of the unique industrialists, use the human resources and treating them as human being. That is one of the main point I wanted to tell, that you treated each and every team member in your organization as a human being. I always believe that we recruit human beings in order to get contributions as human beings. For getting contributions as human beings, we had to treat them as human beings. ഞാൻ കേട്ടിട്ടുണ്ട്, താങ്കൾ ഇപ്പോൾ ഒരു ഫാക്ടറിയിലോ ഒരു കമ്പനിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എൻഷുർ ചെയ്തിരിക്കും. അവിടുത്തെ ടീം മെമ്പറിന് ഈ കിട്ടുന്ന സംവിധാനങ്ങൾ, കാര്യം അതനുസരിച്ചാണല്ലോ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇരിക്കുന്നത്. അത് ആ ഒരു കൾച്ചർ ഗൾഫാറിലും അങ്ങയുടെ കമ്പനികളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. See, we in our Gulfar, throughout the Gulfar companies, safety is an important factor. In 1989, we got the top award, one of the 30 safest company in the world, and I got the award in 1989 with regards to safety. With the dealing with the people, human touch. That's it. Yeah, it is a human touch, a little bit of empathy, sympathy, patient, listen to them, their need. They don't want anything from you, but if they are all abroad, away from their home, some a crying shoulder, or listening to them, talking to them, give a smile, give a pat. These are all empathy counts a lot. I think every leader should have an empathy. That is one of the number one quality, and you have that empathy, and that might have made a difference. I think you have long-standing team members in your company, right? Yes, sir. From the beginning, from your executive assistant onwards, all the people committed. We have, in fact, 3 generation people in our companies. Yeah. Yes, yes. And they work like they own it. Yeah, that loyalty and that sense of ownership is very important for any organization. And employees should be motivated, and they should feel that it is a sense of ownership, and they must be, and it must be acknowledged. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തരണം ചെയ്യുകയാണ് നമുക്ക് അത്യാവശ്യമായി വേണ്ടത്. താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളെ എങ്ങനെയാണ് താങ്കൾ തരണം ചെയ്തത്? ആ ഉൾക്കരുത്ത് എവിടെ നിന്നാണ് ആർജിച്ചത്? ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരുണ്ടാവില്ല, പക്ഷേ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മളായിട്ടുണ്ടാക്കിയതാവണമെന്നില്ല. പല പ്രശ്നങ്ങളും പല സൈഡുകളിൽ നിന്നും വരാം. അപ്പോൾ ഒരു കാര്യം, നമ്മളുടെ എന്തിനും ചെറുത്ത് നിൽക്കാൻ ശക്തിയുള്ളത് നമ്മുടെ സ്വന്തം മനസ്സാണ്. ആ മനസ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇഫ് ഐ ആം റൈറ്റ്, ഐ നോ ദാറ്റ് ഐ ക്യാൻ ഫേസ് എനിത്തിങ്. ആൻഡ് whatever the challenges I have faced, obstacles I have met, I know for sure I was right, and I have not done anything wrong. That confidence, that has given me the confidence and strength to overcome all the challenges. ജീവിത വിജയമുണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് ശത്രുക്കളുമുണ്ടാവും. എന്തുകൊണ്ടോ നമ്മളുടെ കഴിവുകളോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരോ ചെയ്യുന്ന കാര്യങ്ങളോ പലപ്പോഴും അതിനെ പ്രകീർത്തിക്കാൻ ആളുകളുണ്ടാവില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ വന്നു, പല നിയമ പോരാട്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വന്നപ്പോഴും താങ്കളെ പിടിച്ച് നിർത്തിയ ഒരു ഘടകമുണ്ട്. ഐ ആം റൈറ്റ്, ഐ ആം ഓണസ്റ്റ്, ഓർ ഐ ആം സിൻസിയർ, ഐ വിൽ ഡു ദ റൈറ്റ് തിങ് ഇൻ ദ വേൾഡ്. Am I true or not? Yes, that is one thing. Plus, you have the people
who trust in you, who trust that is Muhammad Ali, we all know. But there are different reasons for different people. There may be even ആന ചത്താലും പന്തിരായിരം ചത്തിലെങ്കിലും പന്തിരായിരം എന്ന് പറയുന്നുണ്ടല്ലോ ചില സമയത്ത് അങ്ങനെ. ഗൾഫാർ മുഹമ്മദ് അലിയെ മാതൃകയാക്കിയ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഗൾഫാർ മുഹമ്മദ് അലിയുടെ മാതൃക ആരായിരുന്നു? ഞാൻ ജനിച്ചു വളർന്നത് തളിക്കുളം എന്നുള്ള എൻ്റെ വില്ലേജിലാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഹി വാസ് മൈ റോൾ മോഡൽ ഓൺ ദാറ്റ്. അപ്പോൾ അദ്ദേഹം കാണിച്ചു തന്ന ആ വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ, അത് ദാറ്റ് വാസ് വാട്ട് ഐ ഹാവ് ഫോളോഡ്. മൈ ഗ്രാൻഡ് ഫാദർ. ഒരു സംരംഭകന് ഇത്രയും വളരെ താഴ്ന്ന ഒരു മിഡിൽ ക്ലാസ് കർഷക കുടുംബത്തിൽ നിന്നാണ് താങ്കൾ വന്നത്. പക്ഷേ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഓർ യു മേക്ക് ദി ഇമ്പോസിബിൾ പോസിബിൾ. ഒരു സംരംഭകനോട്, പുതിയ സംരംഭകനോട് ഒരുപാട് പേര് വരുന്നതുകൊണ്ട് ഞാൻ ഓൺട്രപ്രണറാണ്, എനിക്ക് അവർക്ക് ഇനിഷ്യേറ്റീവ് ഉണ്ട്, എനർജി ഉണ്ട്, സിനർജി ഉണ്ട്. പക്ഷേ പലപ്പോഴും സക്സസ് ആവുന്നില്ല. അവരോട് എന്താണ് പറയാനുള്ളത് പുതിയ സംരംഭകരോട്? ഗുഡ്. ഏതൊരു സംരംഭകനും ആവശ്യമുള്ളത്, as I told you, human resources or human talent. Whether you examine, if you have that, yes, then you need other resources like financial resources, technical resources, or other market resources, or the situation where they are working on it. And one should believe that there is no shortcut to success, and you always should focus on your business. The purpose, money making should not be the business. People mainly, you start a business for what? Making money? Then that is, I don't think that a business will fly high, because you may make money by different means, but your business may die. So focus on your business, developing your business, developing the trust, developing that brand. Look after your employees, your staff, look after your all stakeholders, and be truthful, communicate with them. Communication is very important. Sometimes you may not be able to deliver what you promised, but then don't fear, communicate with them. Okay, because of this situation I could not do it, and I'm sorry, and I will be doing this. So give that reassurance. So communication is very important in business. ഹാഫ് സെഞ്ചുറി കഴിഞ്ഞു, 50 വർഷം കഴിഞ്ഞു. ഒരുപാട് മേഖലകൾ, കൈവയ്ക്കാത്ത മേഖലകളില്ല. ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിലും എഡ്യൂക്കേഷൻ സെക്ടർ ആണെങ്കിലും. അതിനുശേഷം ഈയിടയ്ക്ക് മാൽഡീവ്സിൻ്റെ പ്രോജക്റ്റ് ഓണായോ? എന്താണ് അതിൻ്റെ? മാൽദീവിൽ ഞങ്ങളൊരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കോവിഡ് കാലത്താണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് നമ്മൾ കമ്മീഷൻ ചെയ്തു. വി ആർ ഇൻ ദ ടോപ്പ് 5 ഇൻ മാൽദീവ്. വി ആർ ടോപ്പ് 8 ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ adjudged by the customers and the Condé Nast. ആരോടെങ്കിലും പരാതിയുണ്ടോ ജീവിതത്തിൽ? പരാതി ആരോടും ഇല്ല. I have been blessed. I have been always grateful for all the blessing I have received, all the people who supported me, all the people who guided me, all the people whom I had looked up to whenever I need some assistance and guidance. So I am only helpful. I am grateful to them, and I only wanted to keep that chain continuing, so that by sharing my knowledge, experience, and resources for others to benefit from that. Do you think that you didn't get enough recognition, the deserved recognition, looking at the contributions that you made to the country and to the world in different ways? I believe that, I know you are a very low profile key, you don't want to be, upfront in the media and other things, but at the same time, you have, people should appreciate and
that you made a difference in many people's life. You made a difference in the economy and the culture of the country. What do you think about that? ഇത് എനിക്ക് ഒരാളോടും ഒരു പരിഭവമില്ല, യാതൊരു പരിഭവമില്ല ഈ കാര്യത്തിൽ. പക്ഷേ എനിക്ക് അർഹതയുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഒരു അംഗീകാരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായി പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് വാജ്പേയി ഗവൺമെൻറ് തുടങ്ങിയ സമയത്ത് ആദ്യമായി കിട്ടിയുള്ള ഇന്ത്യക്കാരൻ ഞാനാണ്. കേരളീയ എന്നല്ല, ഇന്ത്യക്കാരന്. മറ്റ് ആദ്യമായി കിട്ടിയ ബാക്കി 10 പേരിൽ 9 പേരും ഇന്ത്യ ഒറിജിനാണെങ്കിലും അവർ മറ്റു രാഷ്ട്രത്തിലെ തലവന്മാരായിരുന്നു. ഞാൻ മാത്രമായിരുന്നു ഒരു ഇന്ത്യക്കാരനായിട്ട് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2002-ൽ 2001-ലോ 2002-ലോ എനിക്ക് ഒമാൻ ഗവൺമെൻറ്റിൻ്റെ സിവിൽ ഓർഡർ, അവിടുത്തെ ഒരു നോൺ റെസിഡൻറ്റിന് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി ആദരവും എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ 1989-ൽ എനിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സോർഡ് ഓഫ് ഓണർ എനിക്ക് 1989-ൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്നാണെങ്കിൽ നയനാർ സാറിൻ്റെ ഗംഗാധരൻ അവാർഡ്, ഗംഗാധരൻ അവാർഡ്, അത് എനിക്കാണ് ആദ്യമായിട്ട് അന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇതിന് അംഗീകാരങ്ങൾ ഞാൻ തേടിപ്പോയിട്ടില്ല, ഞാൻ എല്ലാം സ്വീകരിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ യാതൊരുവിധ പരിഭവവും ആ കാര്യത്തിൽ എനിക്കില്ല. എല്ലാവിധ അംഗീകാരങ്ങളും ഇപ്പോൾ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തന്ന് ഞാൻ ആദരിച്ചു. അപ്പോൾ അധികം വേറെ യൂണിവേഴ്സിറ്റികൾ നമുക്ക് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് ഓഫർ ചെയ്തിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ വക എനിക്കങ്ങനെ യാതൊരുവിധ കംപ്ലൈൻറ്റുകളും എനിക്കില്ല. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ നേതാക്കൾക്ക് ലോക പരിചയം കുറവാണ് എന്ന അഭിപ്രായമുണ്ട്? അത് ഒരു പരിധി വരെ അത് ശരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2000-ന് ശേഷം ആൾക്കാർക്ക് ദുബായ് പരിചയപ്പെട്ടപ്പോൾ ദുബായിൽ നിന്ന് മിക്കവാറും എല്ലാ വിദേശ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ ഉള്ളവരുടെ വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലമായിരുന്നല്ലോ. ഇപ്പോൾ 2000 ആയപ്പോൾ ഒരുപാട് മലയാളികൾ തന്നെ നല്ല നിലയിലും അവിടെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തു വന്നു. അപ്പോൾ ഇവിടെ നിന്ന് വളരെയധികം ഒരുപാട് ഗവൺമെൻറ് തലത്തിലും ഉദ്യോഗസ്ഥരും മറ്റുമെല്ലാം അവിടെ വന്ന് കണ്ട് അപ്പോൾ അവർക്ക് ഒരു എക്സ്പോഷർ അവിടെ കിട്ടി. അതുവരെയൊക്കെ താങ്കൾ പറഞ്ഞത് ശരിയാണ്, നമ്മളുടെ നേതാക്കന്മാർക്ക് ഒരു ഫോറിൻ എക്സ്പോഷർ, ഒരു വെസ്റ്റേൺ എക്സ്പോഷർ വളരെ പരിമിതമായ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടും വളരെ പരിമിതമായിരുന്നു. പൊളിറ്റിക്സിലായിരുന്നു അവരുടെ മുഴുവൻ ശ്രദ്ധ. എന്തിനും പൊളിറ്റിക്സ്, ആര് നല്ലത് പറഞ്ഞാലും അതിനൊരു എതിർവശം പറയുക എന്നുള്ള ഒരു സമ്പ്രദായമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞത് ശരിയായിരുന്നു ആദ്യം. ശരി, കിംവദന്തി ഒരു അവസാനമായി ചോദിച്ചോട്ടെ. കിംവദന്തി ഉണ്ട് കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമല്ല എന്ന്. പക്ഷേ താങ്കളുടെ ഒരു ജീവിതത്തിലെ ഒരു വിജയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംരംഭങ്ങളിലും എന്തെങ്കിലും ഒരുപാട് ഇടപെടലുകളോ അതിനെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ട്രേഡ് യൂണിയനിസമോ മിലിറ്റന്റ് ട്രേഡ് യൂണിയനിസമോ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാം ഞാൻ തുടങ്ങി വെച്ച കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കോവളം ഹോട്ടലിൻ്റെ കാര്യം വേണമെങ്കിൽ പറയാം. അത് 2 ഹോട്ടലിൻ്റെ പ്രശ്നമായിരുന്നില്ല. അത് UDF ആണോ LDF ആണോ, അവർ രണ്ടുപേരും എല്ലാത്തിനും ആ സമയത്ത് അത് എതിർത്തോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അതിൽ എനിക്ക് യാതൊരു പരിഭവമില്ല. അത് ആ സ്ഥാപനം, ആ ഹോട്ടൽ നമ്മൾ ഏറ്റെടുത്ത് അത് വളരെ റിനോവേറ്റ് ചെയ്ത് ഇന്നും വളരെ ഭംഗിയായി അത് നിലനിന്ന് പോകുന്നു. നല്ല പാർട്ടിയുടെ കയ്യിലാണ് എന്നുള്ളതിലും നമുക്ക് സന്തോഷമുള്ള കാര്യമുണ്ട്. അത് യാതൊരു പരിഭവമില്ല, നന്നായി പോകുന്നു അത്.
ഈ സംരംഭകർ നമുക്കില്ലാത്തത് കൊണ്ടല്ല പലയിടത്തും ഈ വ്യവസായമോ മറ്റ് ബിസിനസ്സുകളോ വളരാത്തത്. പക്ഷേ സംരംഭകരെ വാർത്തെടുക്കുന്നതിൽ കേരളത്തിൻ്റെ പങ്ക് എത്രത്തോളമുണ്ട്? ഇന്ന് കേരളത്തിന് ആ കാര്യത്തിൽ ഞാൻ വളരെ അഭിനന്ദിക്കുന്നതാണ്. ഇന്ന് കേരളത്തിൽ നിന്ന് എവിടെ 1970 ആണെങ്കിൽ അന്നത്തെ ദുബായിൽ പോകുമ്പോൾ അവിടുത്തെ ഏതൊരു സെയിൽസ്മാൻ ആയാലും ഏതൊരു ക്ലർക്കായാലും ഏതൊരു തൊഴിൽ ടെക്നിക്കൽ വർക്കിലും മുഴുവൻ മലയാളികളായിരുന്നു. അപ്പോൾ മലയാളികൾ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പ്ലസ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലും മുന്നിലായതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് അവിടെ പോകാൻ കഴിഞ്ഞത്, പോയവർക്ക് ജോലി കിട്ടാൻ കഴിഞ്ഞത്, ജോലി കിട്ടിയവർക്ക് അതിൽ ഉയർന്നു വരാൻ കഴിഞ്ഞത്, സ്വന്തമായ ബിസിനസ്സുകൾ തുടങ്ങാൻ കഴിഞ്ഞത്. ഇന്ന് ദുബായിലെ മിക്കവാറും ഒരുപാട് നല്ല ബിസിനസ്സുകൾ ഓൺ ചെയ്യുന്നത് മലയാളി. അത് എല്ലാം അത് ഇവിടുന്ന് കാശ് കൊണ്ടുപോയിട്ട് ആരും അവിടെ ബിസിനസ് ചെയ്തിട്ടില്ല. അവിടെ ദുബായിൽ ചെന്ന് ആദ്യമായി ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്ന് സമ്പാദിച്ച പൈസ കൊണ്ട് ചെറുതായി തുടങ്ങി പിന്നെ വലുതായി അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് ചെയ്ത് ഉണ്ടാക്കി. അതിനൊരു കാരണമുണ്ട്. പണ്ട് മലയാളികൾ ഈ 70കളിലൊക്കെ പോയ മലയാളികൾ വിശ്വസ്തരായിരുന്നു, അവർ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഏതൊരു ചുറ്റുപാടിലും അവർ അതിനെ സർവൈവ് ചെയ്ത് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരായിരുന്നു എന്നുള്ള ഒരു ബ്രാൻഡ് നമ്മളവിടെ മലയാളികളെ പറ്റിയുള്ളൊരു ഒരു ബ്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഒരുപാട് അവിടുത്തെ അറബി ബിസിനസ്സുകാരൊക്കെ വന്ന് കേരളത്തിൽ നിന്ന് കൂടുതൽ മലയാളികളെ റിക്രൂട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയിരുന്നത്. പ്രവാസികൾക്ക് എന്നും ഒരു അത്ഭുതമാണ് ഗൾഫാർ മുഹമ്മദ് അലി. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. ജീവിതവും ബിസിനസ്സും രണ്ട് വഴികളാണെന്നും എന്നാൽ ഇത് സംയോജിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാവൂ എന്നും തെളിയിച്ച ഒരു മലയാളിയാണ് ശ്രീ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നതിന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള സംരംഭകർ നമുക്കുണ്ടാവട്ടെ, നമുക്ക് പുതിയ വഴിത്താരകൾ വെട്ടിത്തെളിക്കുവാൻ കഴിയട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് അങ്ങയോടുള്ള നന്ദി. വൈകിയ വേളയിൽ വളരെ പരിചയമാണെങ്കിലും ഇന്ന് PM ഫൗണ്ടേഷൻ്റെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് സ്കൂളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞ് പരിക്ഷീണനായിട്ടാണ് ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനൊരു ക്ഷീണം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ആ ക്ഷീണത്തെയും അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും ഏതെങ്കിലും അടുത്ത മീറ്റിങ്ങിൽ പോകാൻ റെഡിയായിരിക്കുകയാണ്. ഏതായാലും ഹരി നമ്പൂതിരി സൈനിങ് ഓഫ് ഫോർ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് USA and Happiness Magic by Hari. Thank you.